Hi everyone. Calicut University first semester MCom Corporate Governance and Business Ethics എന്ന സബ്ജക്റ്റ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 2020 മുതൽ 23 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ എല്ലാത്തിന്റെയും ഓരോ മൊഡ്യൂൾ വൈസുള്ള ക്ലാസ്സസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 2, 3 and 5 വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടോളൂ. ഓക്കെ, സോ ആദ്യം വരുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് വരുന്നതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. ദെൻ ക്ലോസ് 49 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ ലീഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പറഞ്ഞാൽ എന്താണ്. ദെൻ കോഡ് ഓഫ് എത്തിക്സ് പറഞ്ഞാൽ എന്താണ്. ദെൻ അതേപോലെ തന്നെ റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ പേർപ്പസ് എന്താണ്. SOX പറഞ്ഞാൽ എന്താണ്. ദെൻ NCLT പറഞ്ഞാൽ എന്താണ്, അതിന്റെ പേർപ്പസ്. ഇതൊക്കെയാണ് 2 വെയിറ്റേജ്. ദെൻ 3 വെയിറ്റേജിലോട്ട് പോവുകയാണെങ്കിൽ 3 വെയിറ്റേജിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇസ് കോർപ്പറേറ്റ് ഗവേണൻസ്, എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ സബ്സ്റ്റേറ്റ് ദ റോൾ ഓഫ് ക്ലോസ് 49 ടു എൻഷുർ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ write down the liabilities of director. Then discuss unethical issues involved in business. Then state the role of Companies Act 2013 to ensure corporate governance. Then state important corporate governance initiative takes in banking sectors. Then write a short note on വിസിൽ ബ്ലോയിങ് പോളിസി. ഇതൊക്കെയാണ് പാർട്ട് ബിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് 2020 വന്നിട്ടുള്ളത്. ദെൻ സെക്ഷൻ സി പാർട്ടിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ബിസിനസ് എത്തിക്സ് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളത്. ദെൻ ഓഡിറ്റ് കമ്മിറ്റിയുടെ റെലവൻസ് എന്താണ്, കോർപ്പറേറ്റ് ഗവേണൻസിന് ഓഡിറ്റ് കമ്മിറ്റിയുടെ റെലവൻസ് എന്താണ് എന്നുള്ളത്. ദെൻ വേരിയസ് തിയറീസ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോർപ്പറേറ്റ് ഗവേണൻസിൽ വേരിയസ് തിയറീസ് ഉണ്ട്, അതായത് അഡ്വാൻറ്റേജ് തിയറി അങ്ങനെയുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറീസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ IFRS പറഞ്ഞാൽ എന്താണ്, അതിന്റെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്. ഇതാണ് 2020 നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻസ്. ദെൻ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ വിൻഡോ ഡ്രസ്സിംഗ് പറഞ്ഞാൽ എന്താണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ് എന്തൊക്കെയാണ്. ദെൻ നോളജ് മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ്. IFRSന്റെ യൂസസ് ഒക്കെ എന്താണ്. ദെൻ ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞാൽ എന്താണ്. ക്ലാസ് ആക്ഷൻ പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ പാർട്ട് എ. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ കോർപ്പറേറ്റ് കൾച്ചർ പറഞ്ഞാൽ എന്താണ്, അതിന്റെ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ജെ റാണി കമ്മിറ്റിന്റെ റെക്കമെൻഡേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിനുശേഷം HRMൽ വരുന്ന എത്തിക്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഒരു കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിനുശേഷം ചെയർമാൻ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ചെയർമാനും അതേപോലെ തന്നെ ചെയർമാന്റെ ഡ്യൂട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ എലമെന്റ്സ് ആണ്. ദെൻ അതിനുശേഷം വിസിൽ ബ്ലോയിങ് എന്താണ്, അതിന്റെ ടൈപ്സ്. ഇതൊക്കെയാണ് പാർട്ട് ബി. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ദെൻ ക്ലോസ് 49 പറഞ്ഞാൽ എന്താണ്. അതേപോലെ തന്നെ ഈ ക്ലോസ് 49 എന്ന് പറയുന്നത് സ്റ്റോൺ ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് മെക്കാനിസം ഇൻ ഇന്ത്യ, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. അതായത് ക്ലോസ് 49 എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് മെക്കാനിസമായിട്ട് ഇന്ത്യയിൽ എത്രത്തോളം ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണേ എന്നുള്ളതിന്റെ ബേസിസിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം വരുന്നത് ബ്രില്ല കമ്മിറ്റി റിപ്പോർട്ടുടെ റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് 2021 വന്ന നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്. ദെൻ 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക് എത്തിക്സ് പറഞ്ഞാൽ എന്താണ്, കൾച്ചറൽ ഡിവേഴ്സിറ്റി പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ ഓഡിറ്റ് എന്താണ്, വിസിൽ ബ്ലോയിങ് എന്താണ്, കോർപ്പറേറ്റ് എക്സലൻസ് പറഞ്ഞാൽ എന്താണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആരാണ്, ഗ്രീൻ ഗവേണൻസ് പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെയാണ് 2022 വന്ന ക്വസ്റ്റ്യൻസ് എ പാർട്ടിൽ. ദെൻ ബി പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ HRM എന്താണ്, അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി പ്രസൻസ് ഇൻ ബ്രോഡ് വ്യൂ, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ തിയറിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിൽ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്താണ്, ബിസിനസ് എത്തിക്സിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ടുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, IFRSന്റെ നീഡ്സ് ആണ്.
നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് പാർട്ട് ബി. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം പ്രിൻസിപ്പിൾ ഓർ കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് സജസ്റ്റഡ് ബൈ വേരിയസ് കമ്മിറ്റി, ഇന്ത്യയിലുള്ള കമ്മിറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം പറഞ്ഞാൽ എന്താണ്, മേജറായിട്ട് വരുന്ന കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽസ് വേരിയസ് ചലഞ്ചസ് ഇൻ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഗവേണൻസ് പോളിസീസ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മൾക്ക് വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്, കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്ന മേജർ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് പാർട്ട് സി. ഇതാണ് നിങ്ങളുടെ 2022 വന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ദെൻ 2023 പോവുകയാണെങ്കിൽ പാർട്ട് എയിൽ വന്നതാണ് ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇൻഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി, അവർ രണ്ടാളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറി ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസ് ആക്ഷൻസ് എന്താണ്, IFRS പറഞ്ഞാൽ എന്താണ്, നോളജ് വർക്കേഴ്സ് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ് വർക്കേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത്. ദെൻ ഡയറക്ടേഴ്സിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്. ദെൻ അതേപോലെ തന്നെ റൈറ്റ് ദ ഡിഫറെന്റ് ടൈം ലിമിറ്റ് റിലേറ്റിംഗ് ടു കണ്ടക്ടിങ് ഓഫ് ബോർഡ് മീറ്റിംഗ്, അതായത് ഓരോ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള ആ ടൈം ലിമിറ്റ്. ഇതൊക്കെയാണ് പാർട്ട് എ. പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് റോൾ ഓഫ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഓഫ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിനെക്കുറിച്ചുള്ള അതിന്റെ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ സിക്വൻഷ്യൽ ഓഡിറ്റ് പറഞ്ഞാൽ എന്താണ്, അതിന്റെ നേച്ചർ ആൻഡ് റോൾ എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ IFRS എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ കോർപ്പറേറ്റ് ഇമേജിന്റെ സ്റ്റെപ്സ്. നെക്സ്റ്റ് പറയുന്നത് വർക്ക് പ്ലേസ്, ഡൈവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസ് ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. then അതിനുശേഷം എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ലെജിസ്ലേഷൻ ഓൺ വിസിൽ ബ്ലോയിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ ബ്രിങ് ഔട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡിഫറെന്റ് കമ്മിറ്റീസ് ഇൻ കമ്പനി ഇൻ എൻഷുറിംഗ് എഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതായത് ഡിഫറെന്റ് കമ്മിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ആണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം നേച്ചർ ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതിനുശേഷം എഴുതേണ്ടത് നേച്ചർ ആൻഡ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഡിഫറെന്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. Then next, discuss the objectives and principles of corporate governance. Okay, ഇതാണ് 2023 നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. IFRS ഒന്ന്, then അതിനുശേഷം ഡയറക്ടേഴ്സ്, then അതേപോലെ തന്നെ മോഡൽസ് അല്ലെങ്കിൽ തിയറീസ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ കമ്മിറ്റീസ്, കാഡ്ബറി കമ്മിറ്റീസ്, അതേപോലെ തന്നെ വിസിൽ ബ്ലോയിങ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ.